അതെ, അവർ രണ്ടുപേരും ഒരു പള്ളിക്കാരാ. കുടുംബങ്ങൾ തമ്മിൽ അറിയാവുന്നവരുമാണ്. അതെ, വർഷങ്ങൾ കൊണ്ട് അവരറിയുന്നവരുമാണ്. അങ്ങനെയാണ് വിവാഹം നടന്നത്. വിവാഹത്തിലൊരു സന്തോഷം ആ വീട്ടിൽ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ അവര് ജീവിച്ചോ ഇല്ല, തുടങ്ങിയോ ഇല്ല. 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അതെ അതെ, മലേഷ്യയിൽ പോയതാ. മോൻ കാനഡ ജോലിയാണെന്നാ അറിഞ്ഞത്. ഇല്ല, ഞാനിപ്പോ വരുന്ന വഴിക്കാണ് ഇത് ആക്സിഡന്റ് കണ്ടുകൊണ്ടാണ് നിന്നത്. ഇപ്പം എനിക്ക് വയ്യ. ബന്ധുക്കളൊക്കെയാണ്, കാരണം അവരുടെ കുടുംബ ബന്ധുക്കളൊക്കെ ഇവിടേക്ക് സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. സംഭവം അറിഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. 2 മാസം മുൻപ് മാത്രമാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. മധുവിധുവിന് വേണ്ടി മലേഷ്യയിലേക്ക് പോയതായിരുന്നു. ഇവർ തിരികെ മടങ്ങി വരികയായിരുന്നു. സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകുന്ന കുടുംബമായിരുന്നു. നിഖിലിനെയും അനുവിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവരുടെ പിതാക്കന്മാർ മത്തായി, ഈപ്പനും ബിജുവും വിമാനത്താവളത്തിലേക്ക് പോയതായിരുന്നു. ഇവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനതിന് വേണ്ടി പോയതായിരുന്നു. സന്തോഷകരമായ ഒരു ദിവസത്തിലേക്ക് പോകുന്നു, സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്ന കുടുംബമായിരുന്നു. വീടിന് സമീപത്ത് 5 കിലോമീറ്റർ മാത്രം അടുത്ത് എത്തിയപ്പോഴായിരുന്നു ഈ ദാരുണമായിട്ടുള്ള അപകടം അവരെ വിഴുങ്ങിയത്. റോഡിന്റെ അപാകതകൾ, അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ പരാതികളൊക്കെ നിരവധി തവണ പരാതികൾ അറിയിച്ചതാണെന്ന് രോഷാകുലരായിട്ട് തന്നെ വൈകാരികമായിട്ട് തന്നെ നാട്ടുകാർ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 1 മാസം മുൻപ് 300 പേർ ഒപ്പിട്ട പരാതി പഞ്ചായത്തിൽ സമർപ്പിച്ചിരുന്നു എന്ന് പ്രദേശവാസി അല്പം മുമ്പ് പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി അപകടങ്ങൾ പരമ്പര പോലെ സംഭവിക്കുന്ന റോഡിൽ ഇതിന് പരിഹാരം ആവശ്യപ്പെട്ട് നെഞ്ചെടുപ്പോട് കൂടി കഴിയുന്ന നാട്ടുകാർ പരാതികൾ അധികൃതരെ അറിയിക്കുന്നു. അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഒരു വലിയ അപകടത്തിന് കാത്തിരിക്കും പോലെ യാതൊരു നടപടിയും ഉണ്ടാകാത്ത അവസ്ഥയുണ്ടാക്കുന്നു. അങ്ങനെയുള്ള അനങ്ങാപ്പാറ നയം, അനാസ്ഥ, അതൊക്കെ വരുത്തിവെക്കുന്ന ഒരു അപകടമായി ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ 1 മാസത്തിനിടയിൽ കഴിഞ്ഞ മാസം 16ഓളം അപകടങ്ങൾ സംഭവിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. അങ്ങനെ നിരവധി അപകട പരമ്പര പോലെ തന്നെ സംഭവിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമല്ല. റോഡിന്റെ അപാകതകൾ നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അധികൃതർ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പരിഹാര നടപടികൾ ഉണ്ടാക്കേണ്ടതും അത്യാവശ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ അപകട സൂചനാ ബോർഡുകളോ അല്ലെങ്കിൽ വിളക്കുകളോ ഒന്നും തന്നെ ഈ പാതയുടെ എവിടെയും കാര്യമായി കാണാനില്ല എന്നുള്ളതാണ്. നിസ്സാരമായിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ പോലും ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിലും ആളുകൾ വളരെ ഞെട്ടലോടുകൂടി ഭയാനകമായിട്ടാണ് പ്രതികരിച്ചത്. സ്കൂളുകളടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പാതയാണ്. ഒട്ടനവധി സ്കൂളുകളുണ്ട്. വലിയ ആഘാതങ്ങൾ, അപകടത്തിന് ഇടയുണ്ടാക്കുമെന്ന് നാട്ടുകാർ പ്രതികരിച്ചതാണ്. വലിയ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞെട്ടലോടുകൂടിയാണ് അവർ ആ അപകട വാർത്തകളെല്ലാം കാണുകയും ചെയ്തുകൊണ്ടിരുന്നത്, നോക്കിക്കാണുകയും എല്ലാം ചെയ്തിരുന്നത്. ഇന്നലെയും അപകടം സംഭവിച്ചിരുന്നു. 4 പേർക്കോളം അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു പിക്കപ്പ് വാനിന് ലോറിക്ക് പുറകിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയാണ് ഇന്നലെ അപകടമുണ്ടായത്. പക്ഷേ അതൊക്കെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന രീതിയിൽ വലിയ അപകടത്തിലേക്ക് പോകാതെ നിസ്സാരമായ പരിക്കുകളോടുകൂടി തന്നെ എല്ലാവരും അതിനെ അതിജീവിക്കുന്ന കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഈ അപകടങ്ങൾ തുടർ പരമ്പര പോലെ സംഭവിക്കുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ദാരുണമായിട്ടുള്ള ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. വളരെ ഭീകരമായിട്ടുള്ള ഒരു അപകടം. അതെ, മിഥുൻ തുടരുക. മിഥുനിലേക്ക് എത്താം. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. മിഥുൻ അയ്യപ്പനും ചേരുന്നുണ്ട്. മിഥുൻ, വലിയ രീതിയിലുള്ള ഒരു അപകടം. ഇതിനു മുൻപും നിരവധി തവണ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയതാണ്. പക്ഷേ ആ അപകടങ്ങളുടെയൊക്കെ തോത് ഒരുപക്ഷെ വളരെ കുറവായിരുന്നതിനാലായിരിക്കണം അവരുടെ ഒന്നും ശ്രദ്ധ അതിലേക്ക് തിരിയാത്തത്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ എടുത്തിരിക്കുകയാണ് ഈ കൊടും വളവും റോഡിലെ അശാസ്ത്രീയ നിർമ്മാണവുമൊക്കെ. അപകടങ്ങൾ എപ്പോഴും ആകസ്മികമാണ്. മാത്രമല്ല ഒട്ടും അപ്രതീക്ഷിതമായിരിക്കും കൂടി ചെയ്യും. ഈ അപകടങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്ന ഈ അപകടങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ പക്ഷം ഈ റോഡിന് സമീപം താമസിച്ചിരുന്ന ആളുകൾ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ മിഥുൻ മുരളി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അവിടെ 300 പേർ ഒപ്പിട്ടുകൊണ്ടുള്ള ഒരു പരാതി അധികൃതർക്ക് ഈ നാട്ടുകാർ തന്നെ നൽകിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നാട്ടുകാർ നിഷ്ക്രിയരായിരുന്നില്ല. നാട്ടുകാർ ഈ അപകടങ്ങളിൽ ആശങ്കപ്പെട്ടിരുന്നു. അനുദിനം തങ്ങളുടെ വീടിന് മുന്നിൽ അല്ലെങ്കിൽ തങ്ങളുടെ കൺമുന്നിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകളിൽ ആശങ്കയുണ്ടായിരുന്നു. അത്തരത്തിൽ അപകടങ്ങൾ കണ്ട് മരവിച്ച നാട്ടുകാരാണ് ഇവരെല്ലാം. അത്തരത്തിൽ ചെറിയ ചെറിയ അപകടങ്ങളാണെങ്കിലും ഈ രക്തച്ചൊരിച്ചിൽ കണ്ട് മടുത്ത നാട്ടുകാരാണ്. അവർ ഇതിനൊരു പരിഹാരം വേണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അധികൃതർക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള
രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇത് പരിഹരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അധികൃതർ നടത്തിയിരുന്നത്. നാട്ടുകാർ നടത്തിയിരുന്നത്. പക്ഷേ അധികൃതർ അത് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ 4 പേരുടെ ഇത്തരത്തിൽ ജീവിച്ചു തുടങ്ങിയ ഒരു നവദമ്പതികളും അവരുടെ പിതാക്കന്മാരും ഉൾപ്പെടെ മരണപ്പെടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് നമുക്ക് പറയാം അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞിരിക്കുന്ന അവർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി എടുത്തു പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ നിരന്തരം അധികൃതരുടെ മുന്നിൽ പരാതികളുമായി നാട്ടുകാർ എത്തുന്നുണ്ട്. അത് പരിഹരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. വിവിധ സമരമുറകളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വേണ്ട രീതിയിൽ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ വേണ്ടിയുള്ള യാതൊരുവിധ ശ്രമവും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വീണ്ടും ഈ 4 ജീവനുകൾ പൊലിയേണ്ടി വന്നത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ അപകടങ്ങളും അതുപോലെ തന്നെ ഒരു മരണസംഖ്യ ഉയരുകയും ചെയ്യുമ്പോൾ ത്വരിതമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ഈ നിരവധിയായിട്ടുള്ള അപകട വളവുകളും അതുപോലെ തന്നെ അപകടം നിറഞ്ഞ പാതകൾ മരണം പതിയിരിക്കുന്ന പാതകളെല്ലാം തന്നെയുണ്ട്. ഇവയ്ക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടി അനുസരിച്ചിരിക്കും തുറന്നുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ അപകട വാർത്തകൾ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ വാഹനം എന്നാണ് ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. അല്ലെങ്കിൽ പോലീസിന്റേതായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനം ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ശരണപാതയിലെല്ലാം വലിയ രീതിയിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അയ്യപ്പന്മാർക്ക് ഇത്തരത്തിൽ രാത്രി ചുക്കുകാപ്പി കൊടുത്ത് അവരുടെ ക്ഷീണം അകറ്റുകയും അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് തന്നെ ശരണപാതയിൽ അപകടങ്ങൾ പൊതുവെ കുറവാണ് ഉണ്ടാവാറുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്ക് അടുക്കുന്ന ഒരു സ്ഥലമല്ല. അതുപോലെ തന്നെ മറ്റ് ഈ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണവും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെയാണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ നാട്ടുകാരുടെ ആശങ്ക ഇന്നും കുറയുന്നില്ല. അല്ലെങ്കിൽ അവർ വീണ്ടും മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ നാട്ടുകാരുടെ തന്നെ ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൃത്യമായിട്ടുള്ള നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഏതായാലും ഈ 300 പേരോളം ഒപ്പിട്ടുകൊണ്ടുള്ള വലിയൊരു മെമ്മോറാണ്ടം എല്ലാം അധികൃതരുടെ മുന്നിലേക്ക് എത്തിയിട്ടും വിവിധ തരത്തിലുള്ള സമരമുറകളിലേക്ക് കടന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ നടപടി എടുക്കാതിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഈ അപകടം ഉണ്ടെന്നുള്ള നിരന്തരമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നാട്ടുകാർ നൽകിയിട്ടും അത് നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അധികൃതർ ഈ നിമിഷമെങ്കിലും വിശദീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്.